ഞാനിന്ന് പറയുന്നത് വെണ്ട കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു അടിപൊളി ടിപ്പാണ് പറയുന്നത്. അത് പലർക്കും അറിയില്ല ഈ സംഭവം. അതുകൊണ്ട് ചിലർ വെണ്ട നട്ടു കഴിഞ്ഞാൽ നിലത്തുനിന്ന് പൊങ്ങില്ല, അത് കുരുടിച്ച് അങ്ങനെ നിൽക്കും. അത് മാസങ്ങളോളം നിൽക്കും കുരുടിച്ച്. ഏതാണ്ട് ഇതേപോലെ അത്രയും ചെറുതായിട്ട് മാസങ്ങളോളം നിൽക്കും, ഒന്നും ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അത് പലർക്കും അറിയില്ല. വളമില്ലാഞ്ഞിട്ടാണോ ഇനി അത് വല്ല കീടബാധയാണോ, ഏതായാലും ഒന്നും ഉണ്ടാകുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾ വെണ്ട പച്ചക്കറി കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിലധികം വെണ്ട ഒരു വലിയ മരുന്നാണ്. ഹാർട്ടിനൊക്കെ വെണ്ട ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ വെണ്ട ഇത് കാണാൻ, നിങ്ങൾക്ക് ആ വെണ്ട കണ്ടോ, അതിൽ നിറയെ വെണ്ടയ്ക്കുണ്ട്. എല്ലാ ദിവസവും ഒരു 10-12 എണ്ണമെങ്കിലും പറിക്കാറുണ്ട്. എല്ലാ ദിവസവും റെഡിയാവും. അപ്പോൾ അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഹാർട്ടിന് വളരെ നല്ല ഒരു സാധനമാണ് ആ വെണ്ട. അതിലെ ആ വഴുവഴുപ്പാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ വെണ്ടയ്ക്ക് അത് തീരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവണം അടുത്ത വെണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എൻ്റെ കൃഷിയെല്ലാം അങ്ങനെയാണ്. ഒരു ഐറ്റം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നിട്ട് അല്ല മറ്റത് ചെയ്യുന്നത്. അതൊരു പകുതി ആകുമ്പോഴേക്കും ഞാൻ വെണ്ടയുടെ വിത്തുകൾ, പുതിയ വിത്തുകൾ മുളപ്പിച്ച് തൈക്കളാക്കും. അപ്പോഴേക്കും ആ വെണ്ട തീരുമ്പോഴേക്കും, പഴയ വെണ്ട തീരുമ്പോഴേക്കും നശിച്ചു പോകുന്ന സമയത്ത് ഈ പുതിയ വെണ്ടയിൽ വെണ്ടയ്ക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് 365 ദിവസവും ഇതുപോലെ വെണ്ടയ്ക്ക പറിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ കാണുന്നില്ല, ഇത് ചെറിയ തൈ വെണ്ടയാണ്, കണ്ടോ. ഇതിൽ 2 മുട്ടുകളുണ്ട്. വെണ്ടയുടെ മുട്ടുകൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ അതിനെ എടുത്ത് കളയണം. ഇങ്ങനെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിട്ടു പോരും. നമുക്കിത് ഇതുപോലെ വിട്ട് പോരും. അത് നമ്മളെടുത്ത് കളയുക. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ മുട്ട്. ഇത് ഉണ്ടാവില്ല, ഇത് വെണ്ടയ്ക്ക ഉണ്ടാവില്ല. പക്ഷേ ഇത് നിൽക്കുന്ന കാരണം കൊണ്ട് വേറെ വെണ്ടയ്ക്ക ഉണ്ടാവില്ല, ഇതിന് കൂമ്പും വരില്ല. അപ്പോൾ ഇങ്ങനെ ഇത് പല ഇതിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ അത് എടുത്ത് കളയാറാണ് പതിവ്. ഇതിലും അതുപോലെ തന്നെയുണ്ട്. ഇതിലും ഇതുപോലെയുണ്ട്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് കളയണം. ഇത് ആൾക്കാർക്ക് അറിയില്ല. വെണ്ട നട്ട് വലുതാവും, പിന്നെ അതിങ്ങനെ ഇത് നിന്ന് കഴിഞ്ഞാൽ മുരടിച്ച് നിൽക്കുകയുള്ളൂ, ഒരിക്കലും വെണ്ടയ്ക്ക ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കിള്ളി കളയാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എല്ലാത്തിലും ഉണ്ട്. ഞാൻ പലതിലും ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 2 എണ്ണം അവിടെ നിർത്തിയത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാനാണ്. 2 എണ്ണം അല്ല, ഇതിൽ വേറെ ഉണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഇതുപോലെ എടുത്ത് കളയണം. കണ്ടോ, ഇതിങ്ങനെ കൈ കൊണ്ട് പതുക്കെ എടുത്ത് അപ്പം ഒന്ന് പോരും. ഇത് എല്ലാത്തിനും അങ്ങനെ എടുത്ത് കളയണം. ഇങ്ങനെ കളഞ്ഞാൽ വെണ്ട ശരിക്കും വളരും, വലുതാവും, നിറയെ വെണ്ടയ്ക്ക ഉണ്ടാകും. അതുപോലെ വെണ്ട ഉണ്ടായി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെണ്ട ഒരു കുറേ നാളായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തല പ്രൂൺ ചെയ്ത് നിർത്തണം, കട്ട് ചെയ്ത് കളയണം. ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചെനപ്പുകളിലൊക്കെ നിറയെ വെണ്ടയ്ക്ക ഉണ്ടാവും. ഞാൻ ഈ ചെനപ്പുകളിൽ നിന്നൊക്കെ എപ്പോഴും വെണ്ടയ്ക്ക പറിക്കും. ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് കാണുക, കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വെണ്ട കൃഷി ചെയ്യുന്നവർ ഈ സംഗതികൾ മനസ്സിലാക്കി ആ വരുന്ന വെണ്ടയുടെ പൂവ് മുട്ട് കിള്ളിക്കളയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തിരികെ വരാം വളരെ ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.